ഡോക്ടർ, ഇപ്പോൾ മഴക്കാലമാണ്, കുട്ടികളിൽ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് മഴക്കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? മഴക്കാലം പൊതുവെ പനിക്കാലം കൂടിയാണ്. അപ്പോൾ പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്നു. ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ, ഫ്ലൂ പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. പിന്നെ വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ് അങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. പിന്നെ ഡെങ്കിപ്പനി, എലിപ്പനി ഇങ്ങനെയുള്ള പനികൾ കൂടുതലായിട്ട് മഴക്കാലത്താണ് കാണപ്പെടുന്നത്. പനി കുട്ടികളിൽ വരുന്ന മിക്കവാറും എല്ലാ അസുഖങ്ങളുടെയും ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് പനിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വളരെ ഹൈ ഫീവർ, അതായത് 102 ഡിഗ്രി 103 ഡിഗ്രി അങ്ങനെ ഹൈ ഫീവറായിട്ട് തന്നെ ഉണ്ടാവുക. പിന്നെ പനിക്ക് സാധാരണ നമ്മൾ പാരസെറ്റമോളൊക്കെ കൊടുത്താൽ കുറയാത്ത രീതിയിൽ പനി ഉണ്ടാവുക. പിന്നെ കുട്ടിയുടെ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പനി ഉള്ള സമയത്ത് കുഞ്ഞ് കുറച്ച് ആക്ടിവിറ്റി കുറവായിരിക്കും. പക്ഷെ പനി ഇല്ലാത്ത 2 പ്രാവശ്യം പനി വരുന്നതിന് ഇടയ്ക്ക് ഉള്ളൊരു പീരീഡ് കാണാം. ആ സമയത്തും കുട്ടിയുടെ ആക്ടിവിറ്റി കുറവാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം പനിക്കിടയിലുള്ള സമയത്ത് കുഞ്ഞ് ആക്റ്റീവ് അല്ല, കുഞ്ഞ് ആഹാരമൊന്നും കഴിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ഓറൽ ഇൻടേക്ക്, നന്നായി ആഹാരമൊക്കെ കഴിക്കുന്ന, അപ്പോൾ പനി വരുന്ന സമയത്ത് എന്തായാലും വിശപ്പ് കുറച്ച് കുറവായിരിക്കും. അപ്പം പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ തീരെ ആഹാരം കഴിക്കാതിരിക്കുക, വെള്ളം ഒട്ടും കുടിക്കാതിരിക്കുക, യൂറിൻ പോകുന്നതിൻ്റെ അളവ് കുറയുക, ഇതെല്ലാം നമ്മൾ വളരെ ഹൈ അലേർട്ട് സിംറ്റംസ് ആയിട്ട് കാണും. പിന്നെ പനിയുടെ കൂടെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് വയറിളക്കം, ഛർദ്ദൽ, നിർത്താത്ത ഛർദ്ദൽ, പിന്നെ ശ്വാസം മുട്ടൽ പോലെ, പ്രത്യേകിച്ച് ശ്വാസം മുട്ടലൊക്കെ വരുന്ന കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ രീതിയിലുള്ള പനി ഇല്ലാത്ത സമയം കുഞ്ഞ് വളരെ ആക്റ്റീവായി കളിക്കുന്നുണ്ട്, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, വേറെ പനിയുടെ കൂടെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം പാരസെറ്റമോളൊക്കെ കൊടുത്ത് വീട്ടിൽ തന്നെ ഒബ്സർവ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹൈ അലേർട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ. ചില ഡോക്ടേഴ്സ് പറയും പനി വന്ന ഉടനെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ട, 2 ദിവസം നിങ്ങൾ വീട്ടിലിരുത്തി ഒബ്സർവ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഹൈ അലേർട്ട് സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, പാരസെറ്റമോൾ സിറപ്പ് ആൻഡ് ടാബ്ലറ്റ് പല സ്ട്രെങ്ത്തിൽ അവൈലബിൾ ആണ്. അപ്പം ഡോക്ടർ പറയുന്ന സ്ട്രെങ്ത്തിൽ ഡോക്ടർ പറയുന്ന എമൗണ്ട് തന്നെ. നമ്മൾ 100 mg 1 ml ഉള്ള സിറപ്പുണ്ട്, 120 mg 5 ml ഉള്ള സിറപ്പുണ്ട്. അപ്പോൾ ഏത് സിറപ്പാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ആ സിറപ്പ് തന്നെ ആ ഡോക്ടർ പറഞ്ഞ എമൗണ്ട് തന്നെ കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ. ഈ ഹൈ അലേർട്ട് സിംറ്റംസ് ഇല്ലെങ്കിൽ നമുക്ക് 1-2 ദിവസം വീട്ടിൽ വെച്ച് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? പ്രിക്കോഷൻസ് മെയിൻലി നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, കുഞ്ഞുങ്ങളെ ചെറുതിലെ തന്നെ നല്ല പേഴ്സണൽ ഹൈജീൻ പഠിപ്പിച്ചു കൊടുക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ശേഷം കൈ സോപ്പിട്ട് കഴുകുക. പിന്നെ സ്കൂളിൽ വന്നതിന് ശേഷം ബോഡി വാഷൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം വീട്ടിലുള്ള ഇളയ കുഞ്ഞുങ്ങളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും എല്ലാം സമ്പർക്കം പുലർത്തുക. പിന്നെ കുഞ്ഞിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഇൻഫെക്ഷൻ പൂർണ്ണമായും മാറിയതിന് ശേഷം മാത്രം സ്കൂളിൽ വിടുക, ഇല്ലെങ്കിൽ ആ സ്കൂളിലുള്ള എല്ലാവരും ആ ഇൻഫെക്ഷൻ എക്സ്പോസ്ഡ് ആയിരിക്കും. പിന്നെ പല ഇൻഫെക്ഷൻസിനും വാക്സിൻ അവൈലബിൾ ആണ്. അത് നമ്മുടെ ഫ്ലൂ പോലുള്ള ഇൻഫെക്ഷന് വാക്സിൻ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ന്യൂമോണിയ പ്രിവെൻറ്റീവ് വാക്സിൻ അവൈലബിൾ ആണ്. പിന്നെ പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് പോലെയുള്ള രോഗങ്ങൾക്കെല്ലാം വാക്സിൻ അവൈലബിൾ ആണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാക്സിൻസും പീഡിയാട്രീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കുക. പിന്നെ നമ്മുടെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മുടെ ചുറ്റും എപ്പോഴും പുതിയ വൈറസ്, ബാക്ടീരിയ ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്കൊരു പരിധി കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജനറൽ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. നമ്മുടെ ജീവിതശൈലി, ആഹാര രീതി പോലെ ഇരിക്കും. ഇപ്പോൾ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൂടുതലും തവിടുള്ള ധാന്യങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, റോ ആയിട്ടുള്ള ഫുഡ്, ധാരാളം പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, മുട്ട ഇങ്ങനെയുള്ള ഫുഡെല്ലാം കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മാക്സിമം ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് നമ്മുടെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.